എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിൽ പ്രതി ഷാറൂഖ് സൈഫിയുമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടത്തി അന്വേഷണ സംഘം. തീവയ്പുണ്ടായ D1 കോച്ചിലാണ് ആദ്യം തെളിവെടുപ്പ് നടന്നത്. പിന്നാലെ പ്ലാറ്റ്ഫോം 1-ലും തെളിവെടുപ്പ് നടത്തി. കേസ് NIAക്ക് കൈമാറാനാണ് സാധ്യത. അന്വേഷണ ചുമതല കൈമാറാൻ സർക്കാർ നീക്കം സജീവമാക്കിയതായാണ് സൂചന. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ സെക്രട്ടേറിയറ്റിലെത്തി അന്വേഷണ പുരോഗതി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. 6 ദിവസം നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ മുഖ്യപ്രതി ഷാരൂഖ് സൈഫിയുമായി പ്രത്യേക അന്വേഷണ സംഘം മാലൂർക്കുന്ന് എയർ ക്യാമ്പിൽ നിന്നും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചത്. ഉച്ചയ്ക്ക് 1:30 ആരംഭിച്ച യാത്ര 4 മണിക്ക് കണ്ണൂരിലെത്തി. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ പ്രതിയെ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1, D2 കോച്ചുകളിൽ എത്തിച്ച് വിശദമായി തെളിവെടുത്തു. 1 മണിക്കൂർ നീണ്ട തെളിവെടുപ്പ് നടപടിക്രമങ്ങൾക്കിടയിൽ കേസിൽ പ്രതിയെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞതായാണ് വിവരം. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആഭ്യന്തര വകുപ്പിലും സർക്കാർ തലത്തിലും സജീവമായിരിക്കുന്നതായാണ് സൂചന. കേസിന്റെ ഭീകരബന്ധം പ്രത്യേക അന്വേഷണ സംഘവും വിശദമായ ചോദ്യം ചെയ്യലിനിടയിൽ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നതെന്നാണ് സൂചന. അതിന്റെ ഭാഗമായി ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി കേസിന്റെ അന്വേഷണ പുരോഗതി അറിയിച്ചതായാണ് വിവരം. അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തിനകം കേസിന്റെ തുടരന്വേഷണം NIAക്ക് കൈമാറുന്നതിനുള്ള അന്തിമ തീരുമാനം സർക്കാർ തലത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കോഴിക്കോട് നിന്നും ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റൽ സംബന്ധിച്ച നിയമയുദ്ധം ഇനി ഹൈക്കോടതിയിലേക്ക്. കേസ് ഫുൾ ബെഞ്ചിന് വിട്ട ഉത്തരവിനെതിരെ നൽകിയ റിവ്യൂ ഹർജി ലോകായുക്ത തള്ളി. കേസ് ഫുൾ ബെഞ്ച് ഇന്ന് പരിഗണിച്ചെങ്കിലും പരാതിക്കാരന്റെ ആവശ്യപ്രകാരം ജൂൺ 5-ലേക്ക് മാറ്റി. അതിനു മുൻപ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരൻ RS ശശികുമാറിന്റെ നീക്കം. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദും അടങ്ങിയ 2-അംഗ ബെഞ്ചാണ് RS ശശികുമാർ നൽകിയ റിവ്യൂ ഹർജി പരിഗണിച്ചത്. പരാതിക്കാരന്റെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടവും ലോകായുക്ത ജഡ്ജിമാരും തമ്മിൽ 3/4 മണിക്കൂറോളം നീണ്ട സംവാദത്തിനൊടുവിലാണ് റിവ്യൂ ഹർജി തള്ളിയത്. കേസ് 3-അംഗ ബെഞ്ചിന് വിട്ട നടപടി പിൻവലിക്കണമെന്നായിരുന്നു അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടത്തിന്റെ ആവശ്യം. ജഡ്ജിമാർക്കിടയിലെ ഭിന്നാഭിപ്രായം എന്തെന്ന് ഉത്തരവിൽ വ്യക്തമാക്കാത്തതും ചൂണ്ടിക്കാട്ടി. കേസിൽ അന്വേഷണം പൂർത്തിയായതാണെന്നും വാദിച്ചു. അന്തിമ തീർപ്പിൽ എത്തിയിട്ടില്ലെന്ന് ലോകായുക്തയും ഉപലോകായുക്തയും വ്യക്തമാക്കി. നിയമസാധുത പരിശോധിച്ച് 3-അംഗ ബെഞ്ച് തീർപ്പാക്കിയ ശേഷമാണ് ഹർജി ഫയലിൽ സ്വീകരിച്ചതെന്ന വാദം. എന്നാൽ അതെല്ലാം പ്രാഥമിക ഘട്ടത്തിലായിരുന്നുവെന്നായിരുന്നു ലോകായുക്തയുടെ മറുപടി. ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ലോകായുക്ത ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധിയെ തന്നെ മുൻനിർത്തിയാണ് ജോർജ് പൂന്തോട്ടത്തെ ജസ്റ്റിസ് സിറിയക് ജോസഫ് നേരിട്ടത്. സാധുത സംബന്ധിച്ച് 2-അംഗ ബെഞ്ചിന്റേത് ഭിന്നവിധിയായിരുന്നു. അന്ന് 3-അംഗ ബെഞ്ചിന് വിടുമ്പോൾ ജഡ്ജിമാർ ഭിന്നത ഏത് വിഷയത്തിലെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകാതെയാണ് ഹർജി ഫയലിൽ സ്വീകരിക്കാനുള്ള ഉത്തരവിലേക്ക് എത്തിയത്. മന്ത്രിസഭാ തീരുമാനം ലോകായുക്ത നിയമപരിധിയിലല്ലെന്ന എതിർകക്ഷികളുടെ വാദം നിലനിൽക്കുകയാണ്. അതിനാലാണ് 3-അംഗ ബെഞ്ച് അന്വേഷണം നടത്താൻ പോകുന്നത്. അതിൽ വാദിയും സഹകരിക്കണമെന്ന് ലോകായുക്ത വ്യക്തമാക്കി. 31 ഓർഡർ അത് കിട്ടി. ഇന്നത്തെ പാസ്സാക്കാൻ പോകുന്ന ഓർഡർ എന്താ പാസ്സാക്കുന്നതെന്ന് അവർ പറഞ്ഞു. പാസ്സാക്കുന്ന ഓർഡർ അത് കാണണം. അതിന്റെ മെറിറ്റൂടെ നോക്കിയതിനു ശേഷം വേണം അനന്ത നടപടി സ്വീകരിക്കാൻ. ഹൈക്കോടതിയാണ് അടുത്ത ഫോറം. ഉച്ചയ്ക്ക് ശേഷം കേസിൽ വാദം കേൾക്കാൻ 3-അംഗ ബെഞ്ച് തയ്യാറായെങ്കിലും ജോർജ് പൂന്തോട്ടം ഹാജരായില്ല. കേസ് പരിഗണിക്കുന്നത് ജൂൺ 5-ലേക്ക് മാറ്റി. RS ശശികുമാറിനെതിരെ ഇന്നലെ നടത്തിയ പരാമർശത്തിൽ ലോകായുക്ത നിലപാട് വ്യക്തമാക്കി. വിമർശനങ്ങളൊന്നും കേസിനെ ബാധിക്കില്ല. ഭയമോ മമതയോ കേസ് നടത്തിപ്പിൽ ഇല്ലെന്നും ലോകായുക്ത വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. അരിക്കൊമ്പനെ കൂട്ടിലടയ്ക്കാനാവില്ലെന്ന് ഹൈക്കോടതി. വിദഗ്ധ സമിതി നിശ്ചയിച്ച പറമ്പിക്കുളത്ത് പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിൽ ആനയെ എവിടെ വിടണമെന്ന കാര്യത്തിൽ സർക്കാരിന് തീരുമാനമെടുക്കാം. കോടതി സർക്കാരിന് ഒരാഴ്ച സമയം നൽകി. നെന്മാറ MLAയുടെ ഹർജി തള്ളി. അരിക്കൊമ്പൻ വിഷയം 19-ന് വീണ്ടും പരിഗണിക്കും. കോടതിക്ക് സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ടെന്നും പ്രതിഷേധങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും നെന്മാറ MLA K. ബാബു പ്രതികരിച്ചു.
പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പനെ മാറ്റാമെന്ന് നിർദ്ദേശിച്ചത് കോടതിയല്ല, വിദഗ്ധ സമിതിയാണ്. ചിന്നക്കനാലിൽ നിന്നും അരിക്കൊമ്പനെ കൊണ്ടുപോകണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ആനകളെ പിടികൂടി കൂട്ടിലടയ്ക്കുന്നതല്ല പ്രശ്നത്തിന് പരിഹാരം. അതിനാൽ അരിക്കൊമ്പനെ കൂട്ടിലടയ്ക്കാനാവില്ല. ഉചിതമായ മറ്റിടമുണ്ടെങ്കിൽ അവിടേക്ക് മാറ്റാം. അതെവിടെയെന്ന് സർക്കാരിന് നിർദ്ദേശിക്കാം. ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം അറിയിക്കണം. ഒരു അരിക്കൊമ്പൻ മാത്രമല്ല, നിരവധി ആനകളുണ്ട്. ജനപ്രതിനിധികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കോടതി വിമർശിച്ചു. 19 വിഷയം വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ഹൈക്കോടതി തീരുമാനം പറമ്പിക്കുളത്തുകാർക്ക് ആശ്വാസമാണ്. സർക്കാർ മറ്റൊരു സ്ഥലം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നെന്മാർ MLA കെ ബാബു പ്രതികരിച്ചു. കോടതി വിധി വരാനും നാളെ ആ മീറ്റിംഗ് നടത്താനും അതിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കഴിയും എന്നതും ആശാവഹം തന്നെയാണ്. പുൽമേടുകൾ നശിപ്പിച്ച് യൂക്കാലി മരങ്ങൾ നട്ടുപിടിപ്പിച്ച സർക്കാരുകളും ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണമാണെന്ന് ഹർജി പരിഗണിക്കുന്നതിനിടെ കോടതി വിമർശിച്ചു. സഹജീവികൾക്ക് വേണ്ടി ഒരു ആനയെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാൻ പോലും സമ്മതിക്കാത്ത വിധം സമൂഹം സ്വാർത്ഥമായി മാറിയെന്നും കോടതി വിമർശിച്ചു. അരിക്കൊമ്പൻ പ്രശ്നത്തിൽ നിലവിലെ സാഹചര്യം ഇന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരുമായി ചർച്ച ചെയ്തു. നിയമപരമായ തുടർ നീക്കങ്ങളിൽ എല്ലാ സാധ്യതയും പരിശോധിക്കാൻ വനമന്ത്രിയെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി. ന്യൂസ് 18 കൊച്ചി. അരിക്കൊമ്പനെ വനം വകുപ്പിന്റെ ആന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതാണ് സർക്കാരിന്റെ മുന്നിലുള്ള ഫലപ്രദമായ വഴിയെന്ന് വനമന്ത്രി A.K. ശശീന്ദ്രൻ. എവിടേക്ക് മാറ്റിയാലും പ്രതിഷേധ സാധ്യതയുണ്ട്. ജനങ്ങളുടെ ദുരിതം കണ്ടില്ല എന്ന് നടിക്കാൻ സർക്കാരിന് കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എവിടെ മാറ്റിയാലും ഈ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകാനിടയില്ലേ എന്ന ആശങ്ക സർക്കാരിനുണ്ട്. ജനങ്ങളുടെ ആശങ്കയും വന്യജീവികളുടെ സുരക്ഷയും പരിഹരിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് സർക്കാർ നാളിതുവരെ ആലോചിച്ചിട്ടുള്ളത്. ഒരു പൊതുസമൂഹത്തിന്റെ പൂർണ്ണമായ എതിർപ്പും ആശങ്കയും കണ്ടില്ലെന്ന് നടിച്ച് നിയമപരമായി മാത്രം നീങ്ങാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ വന്നിട്ടുള്ളത്. കോടതി, നീതിന്യായ കോടതി എന്നുള്ള നിലയിൽ നിയമപരമായ കാര്യങ്ങളിൽ കോടതിയുടെ തീരുമാനങ്ങളെയും വിധിയെയും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അരിക്കൊമ്പനെ പിടികൂടി കാട്ടിൽ വിടുമ്പോൾ സ്ഥാപിക്കേണ്ട GPS റേഡിയോ കോളർ നാളെ ഇടുക്കിയിലെത്തും. ബംഗളൂരുവിൽ നിന്നാണ് റേഡിയോ കോളർ എത്തിക്കുന്നത്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന സംഘടനയിൽ നിന്നാണ് GPS റേഡിയോ കോളർ സംസ്ഥാന വനം വകുപ്പ് വാങ്ങുന്നത്. നേരത്തെ അസം വനം വകുപ്പിൽ നിന്ന് കോളർ വാങ്ങാനായിരുന്നു തീരുമാനം. എന്നാൽ ബംഗളൂരുവിൽ നിന്ന് റേഡിയോ കോളർ ലഭ്യമാണെന്ന് ഉറപ്പായതോടെയാണ് അസമിൽ നിന്നുള്ള റേഡിയോ കോളർ വേണ്ടെന്ന് വെച്ചത്. ആലപ്പുഴ മാവേലിക്കരയിൽ 12 വയസ്സുകാരനെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത് രണ്ടാനച്ഛനും അമ്മയും ചേർന്നെന്ന് കുട്ടിയുടെ മൊഴി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാരോടാണ് കുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാം ന്യൂസ് 18നോട് പറഞ്ഞു. തലക്കേറ്റ മുറിവ് ആയുധം ഉപയോഗിച്ച് ഉണ്ടായതാണോ എന്ന സംശയവും ഡോക്ടർമാർ പ്രകടിപ്പിക്കുന്നു. മാവേലിക്കര പല്ലാരിമംഗലം സ്വദേശിയായ 12 വയസ്സുകാരനാണ് ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായത്. തലയിലെ മുറിവുമായി ആശുപത്രിയിലെത്തിയ കുട്ടിയെ തുടർ പരിശോധനകൾക്ക് വിധേയമാക്കിയപ്പോഴാണ് പഴയതും പുതിയതുമായ ധാരാളം മുറിവുകൾ ശരീരത്തിൽ കണ്ടെത്തിയത്. ആദ്യം കാര്യങ്ങൾ പറയാൻ തയ്യാറാകാതിരുന്ന കുട്ടി രണ്ടാനച്ഛൻ കൊല്ലം സ്വദേശി സുഖഭവാനന്ദനാണ് മർദ്ദിച്ചതെന്ന് പിന്നീട് സമ്മതിച്ചു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം മാവേലിക്കര പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. തുടർ ചികിത്സക്കായി വണ്ടാനത്തേക്ക് മാറ്റിയപ്പോഴാണ് അമ്മയുടെ പങ്ക് വ്യക്തമാക്കിയത്. കുട്ടിയുടെ സ്റ്റെപ്പ് ഫാദറും മദറും കൂടി കുട്ടിയെ മർദ്ദിച്ചു എന്നാണ് ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാകുന്നത്. മദറും മർദ്ദിച്ചു എന്നാണ് നമ്മുടെ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടറുമായ സിസ്റ്ററോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടിക്ക് ഭക്ഷണം പോലും ലഭ്യമായിരുന്നില്ല എന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. തലയിലേറ്റ മുറിവ് ആയുധങ്ങൾ കൊണ്ടാണോ എന്ന സംശയവുമുണ്ട്. മുറിവിന്റെ ഏജ് പലതായതുകൊണ്ട് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഹീൽഡ് ഉണ്ട്. അതിന് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായി കുട്ടി മർദ്ദനം ഏൽക്കുന്നുണ്ട്. അതാണ് അതിന്റെ തെളിയിക്കാൻ കഴിയുന്നത്. മുറിവുകൾ ചികിത്സ കിട്ടാതെ പഴുത്ത നിലയിലാണ്. ചൈൽഡ് പ്രൊട്ടസ്റ്റ് ടീം അംഗങ്ങൾ അമ്മയെ ചോദ്യം ചെയ്തിട്ടും കാര്യങ്ങൾ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. 14 വയസ്സുള്ള മൂത്ത കുട്ടിയും വീട്ടിലുണ്ട്. ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയനായി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന കുട്ടിയുടെ നില തൃപ്തികരമാണെന്നും ഡോക്ടർ അബ്ദുൾ സലാം പറഞ്ഞു. ആവശ്യത്തിന് ഭക്ഷണം പോലും ലഭിക്കാതെ ആ 12 വയസ്സുകാരൻ എല്ലും തോലുമാണ്. ശരീരത്തിലുള്ള പഴയതും പുതിയതുമായ മുറിവുകൾ ദീർഘകാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനത്തിന്റെ തെളിവുകളാണ്. രണ്ടാനച്ഛന്റെയും അമ്മയുടെയും പങ്കുകൂടി പുറത്തുവന്നതോടെ
അന്വേഷണ സംഘം കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ബ്രഹ്മപുരം പ്ലാന്റിലേക്ക് കൊച്ചി കോർപ്പറേഷൻ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം കൊണ്ടുവരുന്നതിന് നിരോധനം. തദ്ദേശ വ്യവസായ മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന ജില്ലയിലെ നഗരസഭകളുടെ അവലോകന യോഗത്തിലാണ് തീരുമാനം. നിലവിലെ സംവിധാനം ഈ മാസം 30 വരെ മാത്രം തുടരാനും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തമായി നിയമാനുസൃത ബദൽ സംവിധാനം കണ്ടെത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനായി ഹൈക്കോടതിയിൽ സമർപ്പിച്ച കർമ്മ പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായാണ് യോഗം ചേർന്നത്. ജില്ലയിലെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കാനാണ് കൊച്ചി നഗരസഭയിലെ മാലിന്യം മാത്രം ഇനി ബ്രഹ്മപുരത്തേക്ക് എത്തിച്ചാൽ മതിയെന്ന തീരുമാനം. മന്ത്രി ആർ ബിന്ദുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥി തോമസ് ഉണ്ണിയാടൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേസ് നിലനിൽക്കില്ലെന്ന മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രാരംഭ തടസ്സവാദം ജസ്റ്റിസ് സോഫി തോമസ് ശരിവച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പേരിനോടൊപ്പം പ്രൊഫസർ എന്ന് ചേർത്തുവെന്നും തന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ നോട്ടീസ് പ്രചരിപ്പിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് തോമസ് ഉണ്ണിയാടൻ ഹർജി നൽകിയത്. എന്നാൽ ഇതിന് മതിയായ വസ്തുതകൾ ഹർജിയിൽ ഇല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. പാലാരിവട്ടം പാലം നിർമ്മാണ അഴിമതി കേസിൽ ഇഡി അന്വേഷണം തുടരാൻ ഹൈക്കോടതി അനുമതി. ഇഡി അന്വേഷണത്തിനുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കി. ഇത് സംബന്ധിച്ച സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ് സമർപ്പിച്ച അപ്പീലാണ് കോടതി പരിഗണിച്ചത്. നേരത്തെ ഇഡി അന്വേഷണം ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു. ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുസ്താഖ്, ശോഭ അന്നമ്മയ്യപ്പൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സ്വപ്ന സുരേഷിനെ സർക്കാർ കരുതിക്കൂട്ടി വ്യക്തിപരമായി ഉപദ്രവിക്കുകയാണെന്ന് ഹൈക്കോടതി. ജസ്റ്റിസ് ബെച്ചു കുര്യന്റേതാണ് പരാമർശം. സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിയുടെ പരാതിയിൽ സ്വപ്നയ്ക്കെതിരായ എഫ്ഐആർ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അതേസമയം സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അന്വേഷണം വേണമെന്ന അജി കൃഷ്ണന്റെ ഹർജി ഹൈക്കോടതി തള്ളി. തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇത് പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ പരാമർശം. സ്വപ്ന സുരേഷിനെ സർക്കാർ കരുതിക്കൂട്ടി വ്യക്തിപരമായി ഉപദ്രവിക്കുകയാണെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ പരാമർശിച്ചു. സർക്കാർ ദുഷ്ചിന്തയോടെ സ്വപ്നയെ വ്യക്തിപരമായി ഉപദ്രവിക്കുകയാണ്. തളിപ്പറമ്പ് പോലീസിന്റെ എഫ്ഐആർ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി പരാമർശം. എന്നാൽ നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത്, കറൻസി കടത്ത് കേസുകളിൽ മുഖ്യമന്ത്രി അടക്കം ഉന്നതർക്കുള്ള പങ്കന്വേഷിക്കാൻ ഇഡിക്കും കസ്റ്റംസിനും നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി തള്ളി. HRD സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. നേരത്തെ തീർപ്പ് കൽപ്പിച്ച വിഷയത്തിൽ വീണ്ടും അന്വേഷണം നടത്താൻ പുതിയ തെളിവുകളോ രേഖകളോ ഹർജിക്കാരന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇഡിയും കസ്റ്റംസും നടത്തുന്ന അന്വേഷണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തി. ന്യൂസ് 18 കൊച്ചി. ബിജെപി അനുകൂല നിലപാട് ആവർത്തിച്ച് ഓർത്തഡോക്സ് സുറിയാനി സഭാ മെത്രാപ്പൊലിത്ത ഗീവർഗീസ് മാർ യൂലിയോസ്. ബിജെപിയോട് മാത്രമായി രാഷ്ട്രീയ അയിത്തമില്ല. വിചാരധാരയിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നും ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. ഇതിനിടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ള നീക്കം കൂടുതൽ ശക്തമാക്കുകയാണ് ബിജെപി. ഈസ്റ്റർ ദിനത്തിൽ ബിജെപി നേതാക്കൾ ആശംസ കൈമാറിയതിൽ ഇരു മുന്നണികൾക്കും വേവലാതിയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ബിജെപിയോട് മാത്രമായി രാഷ്ട്രീയ അയിത്തം കാണുന്നില്ലെന്ന് ഓർത്തഡോക്സ് സഭാ മെത്രാപ്പൊലിത്ത ഗീവർഗീസ് മാർ യൂലിയോസ്. വിചാരധാരയിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യത്തിന് യാതൊരു പ്രശ്നവുമില്ല. വലിയ രാജ്യത്ത് ചില അസ്വാരസ്യങ്ങൾ സ്വാഭാവികമാണെന്നും ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. വിചാരധാര 50 കൊല്ലം മുമ്പത്തെ ഒരു ഡോക്യുമെന്റ് ആണ് അല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ഒത്തിരി വ്യതിയാനങ്ങളും ഒക്കെ പിന്നീട് വരുന്നുണ്ട്. അതുകൊണ്ട് അതിലേതെങ്കിലും ഇപ്പോൾ അങ്ങനത്തെ ഒരു ഡോക്യുമെന്റിൽ വിവിധ മതങ്ങളെക്കുറിച്ചുമൊക്കെ അതിൽ സംസാരിക്കപ്പെടും. അതല്ലാതെ അതിനെ ഈ ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയുടെ ഒരു സിദ്ധാന്തമുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് അതിൽ നിന്ന് വ്യാഖ്യാനം അങ്ങനെയല്ല. ഞങ്ങൾ എപ്പോഴും ഹോളിസ്റ്റിക് ആയിട്ടാണ് വ്യാഖ്യാനിക്കുക. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് അടുക്കാൻ ശ്രമിക്കുന്ന ബിജെപിക്ക് കരുത്തു പകരുന്നതാണ് ഓർത്തഡോക്സ് മെത്രോപ്പൊലിത്തയുടെ പ്രസ്താവന. ഈസ്റ്റർ ദിനത്തിൽ ബിജെപി നടത്തിയ പ്രചരണത്തിന് ഇടതു വലത് കേന്ദ്രങ്ങളിൽ നിന്നും വലിയ വിമർശനം ഉയരുമ്പോൾ ക്രൈസ്തവ സഭാ നേതൃത്വം തന്നെ ഇതിന് മറുപടി നൽകുന്നുവെന്നതാണ് ബിജെപിയുടെ ആത്മവിശ്വാസം. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള മത മേലധ്യക്ഷന്മാരെല്ലാം പറഞ്ഞല്ലോ, വിചാരധാരയൊക്കെ ആ കാലത്തിലെ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പച്ചയായ മറുപടി, ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ ശക്തമായിട്ടുള്ള മറുപടി കേരളത്തിലെ പ്രമുഖ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബന്ധം എളുപ്പത്തിൽ നിങ്ങൾക്ക്
തട്ടിക്കളയാൻ കഴിയുന്ന ഒരു ബന്ധമല്ല. പുതിയ സാഹചര്യം മുൻനിർത്തി വലിയ രാഷ്ട്രീയ നീക്കത്തിനാണ് BJP ഒരുങ്ങുന്നത്. ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ നേരിട്ടിടപെടുന്നു. But we must be confident that yes, Kerala politics is going to be changed very dramatically. There is a churning going on. What has started is just the beginning. There will be many new things happening in Kerala politics. കൊച്ചിയിൽ ചേർന്ന BJP നേതൃയോഗം പുതിയ സാഹചര്യം വിശദമായി ചർച്ച ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ പള്ളി സന്ദർശനത്തോടെ കേരളത്തിലെ 2 മുന്നണികൾക്കും വേവലാതിയുണ്ടായെന്ന് യോഗം വിലയിരുത്തി. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. BJPയുടെ ബിഷപ്പ് ഹൌസ് ക്രിസ്തീയ ഭവന സന്ദർശനങ്ങളിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനെതിരെ സത്യദീപം. വിരുന്നു വന്നവരോട് സഭാ നേതൃത്വം ചോദ്യങ്ങൾ ചോദിച്ചില്ലെന്ന് വിമർശനം. ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രിയെ പ്രാർത്ഥനാ ഗീതം കേൾപ്പിച്ചവർ കുറ്റത്തിൽ നിശബ്ദ പങ്കാളിയായെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രസിദ്ധീകരണമായ സത്യദീപത്തിലെ ലേഖനം കുറ്റപ്പെടുത്തുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ക്രിസ്തീയ സഭാ നേതൃത്വങ്ങളിൽ ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് തന്നെയാണോ സത്യദീപത്തിലെ ലേഖനം വ്യക്തമാക്കുന്നത്? എന്താണ് അതിന്റെ ഉള്ളടക്കം? രേണുക, സത്യദീപം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു പ്രസിദ്ധീകരണമാണ്. ഇതിൽ കൂടുതലായി തന്നെ ഇപ്പോൾ ഇറങ്ങിയ ഈ പുതിയ ലേഖത്തിലാണ് ഇത് സംബന്ധിച്ച മുഖപ്രസംഗം വന്നിട്ടുള്ളത്. അതിൽ നിശിതമായിട്ട് തന്നെയും സഭാ നേതൃത്വത്തിന്റെ ഇപ്പോഴുള്ള നിലപാടുകളെ വിമർശിക്കുകയാണ്. പ്രത്യേകിച്ച് കർദിനാൾ സ്വീകരിച്ച നടപടിയും അദ്ദേഹം പലതും മറന്നുകൊണ്ടാണ് സംസാരിച്ചത്. ഏറ്റവും കൂടുതലായിട്ട് ക്രിസ്തീയ സമൂഹം തന്നെ ആക്രമിക്കപ്പെടുന്ന ഈ കാലത്ത്, വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്ന ഈ കാലത്ത് തന്നെയാണ് അദ്ദേഹം BJP ഈ രീതിയിൽ ഒരു സഹർഷം സ്വാഗതം ചെയ്യുന്ന രീതിയിലേക്ക് പോയത്. അത് എങ്ങനെയാണ് അത് നീതീകരിക്കാൻ കഴിയുന്നതെന്ന് ചോദിക്കുന്നു. ഒപ്പം തന്നെയാണ് ഈ വിരുന്നു വന്നവരോട് ചോദിക്കേണ്ട പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും തന്നെയും ഉന്നത സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പ്രത്യേകിച്ച് സ്റ്റാൻസാമി കൊല്ലപ്പെട്ടത് എങ്ങനെയെന്നും കാന്തമാലിൽ ഇപ്പോഴും നീതി വൈകുന്നത് എന്തുകൊണ്ടെന്നും ചോദിക്കാതെ തന്നെയാണ് തങ്ങളുടെ രാഷ്ട്രീയ മര്യാദ മെത്രാൻമാർ കാണിച്ചതെന്ന് അടക്കം വിമർശിക്കുന്നുണ്ട്. ക്രൈസ്തവർക്കെതിരെ രാജ്യത്തൊട്ടാകെയാണ് ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുന്നത്, ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെ അപലപിക്കാതെ കുറ്റകരമായ മൗനമാണ് പ്രധാനമന്ത്രി തുടരുന്നത്. ഈ പ്രധാനമന്ത്രിയാണ് ഈസ്റ്റർ ദിനത്തിൽ ഡൽഹി കത്തീഡ്രലിൽ പ്രാർത്ഥനാഗീതം കേൾപ്പിച്ച മടക്കിയ സഭാ നേതൃത്വം അതേ കുറ്റത്തിൽ നിശബ്ദ പങ്കാളികളാവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തതെന്നും എല്ലാം തന്നെയാണ് വിമർശനം ഉയരുന്നത്. ചുരുക്കത്തിൽ സത്യദീപം ഈ സഭാ നേതൃത്വത്തിന്റെ ഈ ഒരു പരസ്യ നിലപാടുകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഈ മുഖപ്രസംഗത്തിൽ നിശ്ചിതമായ രീതിയിൽ വിമർശനം ഉയരുന്നത്. സ്വാഭാവികമായും നേരത്തെയും ഈ വിശ്വാസ സമൂഹങ്ങൾക്കിടയിൽ പടരുന്ന അസഹിഷ്ണുതയുടെയും സഭയിലെ വൈദികരുൾപ്പെടുന്നവർക്കും ഈ നിലപാടിലുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുടെയും പ്രതിഫലനം തന്നെയാണ് സത്യദീപത്തിലും ഉണ്ടായിരിക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സേഫ് കേരള പദ്ധതിക്ക് സമഗ്ര ഭരണാനുമതി നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി റോഡപകടങ്ങൾ കുറയ്ക്കുകയും ഗതാഗത നിയമലംഘനം തടയുകയുമാണ് ലക്ഷ്യം. സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ക്യാമറകൾ പോലീസ് വകുപ്പിലെ ക്യാമറകളുള്ള സ്ഥലത്തല്ല എന്ന് ഉറപ്പാക്കും. പദ്ധതിയുടെ ഭാഗമായി ശേഖരിക്കുന്ന ഡാറ്റയും ക്യാമറ ഫീഡും പോലീസ് വകുപ്പിന് ആവശ്യാനുസരണം നൽകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായാണ് ക്യാമറകൾ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ വീഡിയോ ഫീഡും മറ്റ് ഡാറ്റയും പോലീസ്, എക്സൈസ്, മോട്ടോർ വാഹന, GST വകുപ്പുകൾക്ക് കൈമാറും. കെൽട്രോൺ മുഖാന്തരമാണ് പദ്ധതി നടപ്പാക്കുക. പാലക്കാട് മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റിൽ വാഴത്തണ്ടിലും ഓടിനടിയിലും കൈക്കൂലി പണം ഒളിപ്പിച്ച് ഉദ്യോഗസ്ഥർ. നടുപ്പുണി ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ഉദ്യോഗസ്ഥരുടെ വേറിട്ട കൈക്കൂലി സൂക്ഷിപ്പ് കേന്ദ്രം കണ്ടെത്തിയത്. 8,930 രൂപയാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തത്. ആദ്യമേ പറയട്ടെ, ഇത് കൈക്കൂലി വാങ്ങുന്ന മറ്റുദ്യോഗസ്ഥർ മാതൃകയാക്കരുത്. ഇനി സംഭവം പറയാം. പാലക്കാട് നടുപ്പുണി മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ചെക്ക് പോസ്റ്റിന് സമീപത്തെ വാഴയിൽ നിന്നും തണ്ടിനുള്ളിൽ ഒളിപ്പിച്ച 610 രൂപ കണ്ടെത്തിയത്. തീർന്നില്ല, അടുത്ത സൂക്ഷിപ്പ് കേന്ദ്രം കാണും.
ബോർഡിനുള്ളിൽ നിന്നും 8320 രൂപയാണ് പിടിച്ചെടുത്തത്. 500-ന്റെ നോട്ടുകൾ ചുരുട്ടി റബ്ബർ ബാൻഡിട്ട് കെട്ടി ഭദ്രമാക്കി വെച്ചിരുന്നു. അങ്ങനെ ആകെ 8930 രൂപ ഇവിടെ നിന്നും പിടികൂടി. അനുമതിയിൽ കൂടുതൽ അറവുമാടുകളെ ചെക്ക് പോസ്റ്റ് കടത്തിവിടുന്നതിനാണ് കൈക്കൂലി. ഒരു ലോറിയിൽ 16 കന്നുകാലികളെയാണ് കൊണ്ടുവരാൻ പാടുള്ളൂ. എന്നാൽ ഭൂരിഭാഗം ലോറികളിലും ഇതിന്റെ ഇരട്ടിയിലേറെയാണ് കന്നുകാലികളെ കൊണ്ടുവരുന്നത്. സംഭവത്തിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സാജു, അറ്റൻഡർ വിജയകുമാർ, ഫീൽഡ് ഓഫീസർ അശോകൻ എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യും. ന്യൂസ് 18 പാലക്കാട്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത യുവാക്കളെ ഇടുക്കിയിൽ നിന്നും മലേഷ്യയിലേക്ക് കടത്തിയതായി ആരോപണം. വിസയും മെച്ചപ്പെട്ട ജോലിയും ലഭിക്കാതെ യുവാക്കൾ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് ബന്ധുക്കളുടെ പരാതി. ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി അഗസ്റ്റിനാണ് യുവാക്കളെ കബളിപ്പിച്ച് കടത്തിയത്. മലേഷ്യയിൽ സൂപ്പർ മാർക്കറ്റുകളിലും പാക്കിംഗ് സെഷനുകളിലും ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. നെടുങ്കണ്ടം സ്വദേശിയായ അഗസ്റ്റിനെതിരെയാണ് യുവാക്കളുടെ ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 80,000 രൂപ വരെ ശമ്പളം വാഗ്ദാനം ചെയ്തു. ജോലിക്കായി 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ഇയാൾ യുവാക്കളിൽ നിന്നും വാങ്ങി. ചെന്നൈയിലെത്തുമ്പോൾ വിസ കൈവശം ലഭിക്കുമെന്ന് ആദ്യം അറിയിക്കുകയും പിന്നീട് തായ്ലൻഡിലെത്തിച്ച ശേഷം രഹസ്യമാർഗത്തിലൂടെ മലേഷ്യയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. അവിടുന്ന് നമുക്ക് പാസ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വിസ ചോദിച്ചു കഴിഞ്ഞാൽ വിസ ചെന്നൈ ചെന്നാലേ കിട്ടത്തുള്ളൂ എന്ന് പറയും. അവിടെ ചെന്നിട്ട് ഒരു എയർ ടിക്കറ്റ് മാത്രം ഇട്ട് തരും. ആ ടിക്കറ്റ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് പിറ്റേ ദിവസം ബോംബെക്ക് കയറ്റും. ബോംബെയിൽ നിന്ന് വീണ്ടും തായ്ലൻഡിൽ നിന്ന് കാട് മാർഗവും ബോട്ട് മാർഗവും എല്ലാം അവരെ മലേഷ്യയിലെത്തിക്കുക. മലേഷ്യയിലെത്തിച്ചു കഴിഞ്ഞിട്ട് 15-20 ദിവസം അവിടെ പട്ടിണി കിടക്കും പിള്ളേർ. തായ്ലൻഡിലെത്തിയപ്പോൾ തട്ടിപ്പ് മനസ്സിലായെങ്കിലും ഫോണും മറ്റ് സൌകര്യങ്ങളും ഇല്ലാത്തതിനാൽ യുവാക്കൾക്ക് ബന്ധുക്കളെ വിവരം അറിയിക്കാനായില്ല. 8 മണിക്കൂറോളം വനമേഖലയിലൂടെ നടന്നും അടച്ചുമൂടിയ കണ്ടെയ്നർ ലോറികളിലും ബോട്ട് മാർഗവും യാത്ര ചെയ്തുമാണ് ഇവരെ മലേഷ്യയിലെത്തിച്ചത്. തായ്ലൻഡിൽ നിന്ന് അവരെ കൊണ്ടുപോയത് ലീഗലായിട്ടല്ല കൊണ്ടുപോയേക്കുന്നത്, അൺലീഗലായിട്ടാണ് കൊണ്ടുപോയേക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ കൊച്ചിനെ ഇവിടെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് എത്തിച്ചു തരണം. 8 മണിക്കൂർ അവരെ കാട്ടിക്കട നടത്തിയാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. പിന്നെ ഒരു ടോർസ് കണക്കുള്ള വണ്ടിയുടെ അകത്ത് ഈ പിള്ളേരെ അടച്ചാന്ന് പറഞ്ഞ് ആരും കാണാതെ കൊണ്ടുപോയത്. അഗസ്റ്റിന്റെ മകൻ മലേഷ്യയിലാണ് ജോലി ചെയ്യുന്നത്. ഇത് മറയാക്കിയാണ് തട്ടിപ്പ് നടന്നത്. മലേഷ്യയിലേക്ക് പോയ 6 യുവാക്കൾ പിന്നീട് ബോട്ട് മാർഗം തായ്ലൻഡിലെത്തി കീഴടങ്ങിയ ശേഷം ഗവൺമെന്റിന്റെ സഹായത്തോടെ തിരികെ നാട്ടിലെത്തുകയും ചെയ്തു. എന്നാൽ നിരവധി യുവാക്കൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് ആരോപണം. പാസ്പോർട്ട് അടക്കം പിടിച്ചുവച്ചിരിക്കുന്നതിനാൽ ഇവർക്ക് മലേഷ്യൻ സർക്കാരിന്റെ സഹായം തേടാനാകുന്നില്ല. ടൂറിസ്റ്റ് വിസ പോലും ഇല്ലാതെയാണ് ഇവർ മലേഷ്യയിൽ കഴിയുന്നത്. ബന്ധുക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അഗസ്റ്റിനെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 നെടുങ്കണ്ടം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ ഇടിയും മിന്നലുമേറ്റ് തകർന്ന CCTV സംവിധാനം മാറ്റിസ്ഥാപിക്കാൻ ചിലവായത് 12 ലക്ഷത്തിലധികം രൂപ. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ക്ലിഫ് ഹൌസിൽ പുതിയ CCTVകൾ സ്ഥാപിച്ചത്. ക്ലിഫ് ഹൌസിൽ സമയങ്ങളിലൊക്കെ സ്വപ്ന സുരേഷിനെതിരെ കേസെടുക്കുന്ന തരത്തിലേക്ക് LDF സർക്കാരിന്റെ കാലത്ത് വ്യക്തമാക്കിയിരുന്നു. രണ്ടാമതും അധികാരത്തിലെത്തിയതിന് പിന്നാലെ പുതിയ CCTVകൾ സ്ഥാപിച്ചു. ഇതിന് ചെലവ് 12,93,957 രൂപ. വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായ കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ക്ലിഫ് ഹൌസ് ഉൾപ്പെടെ 4 മന്ത്രിമന്ദിരങ്ങളിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സ്ഥാപിച്ചെന്നും അറ്റകുറ്റപ്പണികൾ നടത്തിയെന്നും കണക്കുകളിലുണ്ട്. അഡ്വക്കേറ്റ് CR പ്രാണകുമാറിനാണ് വിവരാവകാശ മറുപടി ലഭിച്ചത്. ക്ലിഫ് ഹൌസിൽ മറ്റ് ഇലക്ട്രോണിക്സ് അറ്റകുറ്റപ്പണികൾക്ക് ചെലവായത് 2.5 ലക്ഷത്തിലധികം രൂപ. 2016 മുതൽ 2020 വരെയുള്ള ക്ലിഫ് ഹൌസിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുകയും പഴയ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് നശിപ്പിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന് പറയുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. കാരണം പൊതുസമൂഹത്തിന്റെ നികുതി പണം കൊണ്ടാണ് ഈ കെട്ടകാലത്ത് 13 ലക്ഷം രൂപ അടുപ്പിച്ച് ചിലവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പുതിയ CCTV ദൃശ്യങ്ങൾ സ്ഥാപിച്ചത്. പൗർണമി, പ്രശാന്ത്, കവടിയാർ ഹൌസ് എന്നിവിടങ്ങളിൽ ഇലക്ട്രോണിക്സ് അറ്റകുറ്റപ്പണികൾക്ക് 1.5 ലക്ഷം രൂപ ചെലവഴിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടുമെന്ന് പ്രഖ്യാപിച്ച ഏലൂരിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HIL ഫാക്ടിൽ ലയിപ്പിക്കുകയോ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയോ ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. മാസങ്ങളായി ശമ്പളം കിട്ടാതായതോടെ ജീവനക്കാരുടെ ജീവിതം അങ്ങേയറ്റം ദുരിതത്തിലാണ്. കഴിഞ്ഞ 2 വർഷത്തിലധികമായി അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് കേരളത്തിലെ ആദ്യ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിൽ ഇന്ത്യ ലിമിറ്റഡ്.
സ്ഥിരം ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം ലഭിക്കാനുണ്ട്. താൽക്കാലിക തൊഴിലാളികൾക്ക് 10 മാസമായി ശമ്പളമില്ല. ഹിൽ ഇന്ത്യയുടെ പഞ്ചാബിലെയും കേരളത്തിലെയും പ്ലാന്റുകൾ അടച്ചുപൂട്ടുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര രാസവള സഹമന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഔദ്യോഗികമായ അടച്ചുപൂട്ടൽ ഉത്തരവ് എത്തിയിട്ടില്ല. 5 മാസത്തെ സാലറി ഡ്യൂ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ വന്നാലും 5 മാസത്തെ സാലറി ഡ്യൂ ആയിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു മുന്നോട്ട് കയറ്റമില്ല. പിന്നെ കമ്പനിയുടെ ഹൗസ് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനുള്ള നമുക്ക് കൂട്ടാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇല്ല, പാർലമെന്റിൽ മന്ത്രി പറഞ്ഞു എന്ന് മാത്രമുള്ള ഒരു പ്രാവർത്തികമായിട്ട് ആക്കിയിട്ടില്ല. ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഫാക്ടുമായി ലയിപ്പിക്കുകയോ സംസ്ഥാന സർക്കാരിന് വിട്ടു നൽകുകയോ ചെയ്യണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിയും കമ്പനി സ്ഥിതി ചെയ്യുന്ന കളമശ്ശേരി മണ്ഡലത്തിലെ MLAയുമായ വ്യവസായ മന്ത്രി P. രാജീവും കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിരുന്നു. എന്നാൽ കേന്ദ്രം മറുപടി നൽകിയില്ല. ഒരു ട്രേഡ് യൂണിയനുകളോടോ മാനേജ്മെന്റ് യൂണിറ്റ് ലെവൽ എന്നുള്ള നിലയിൽ അവരോടോ ഒരു കമ്മ്യൂണിക്കേഷനും ഡൽഹി ഹെഡ് ഓഫീസിൽ നിന്നോ മന്ത്രാലയത്തിൽ നിന്നോ ഇതുവരെ വന്നിട്ടില്ല. അൺസർട്ടനിറ്റി തുടരുകയാണ്. തൊഴിലാളികൾക്ക് കഴിഞ്ഞ 5 മാസമായി സാലറി കിട്ടിയിട്ടില്ല. അവിടെ താൽക്കാലികക്കാരെന്നുള്ള നിലയിൽ പരിഗണിക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് ഉണ്ട്. അവരും പ്രൊഡക്ഷന് വേണ്ടി വർക്ക് ചെയ്യുന്നവർ. അവർക്ക് 10 മാസമായിട്ട് നയാ പൈസ കൊടുത്തിട്ടില്ല സാലറി എന്നുള്ളതിൽ. ഹിൽ ഇന്ത്യയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് CTU കൊച്ചിയിൽ ശ്രദ്ധ ക്ഷണിക്കൽ സായാഹ്നം സംഘടിപ്പിച്ചു. BMS, INTUC യൂണിയനുകളും പ്രത്യക്ഷ സമരത്തിന് തയ്യാറെടുക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ മലേറിയ നിയന്ത്രണത്തിനായി DDT ഉൽപാദനം ലക്ഷ്യമിട്ടാണ് 1954 HIL സ്ഥാപിച്ചത്. പിന്നീട് എൻഡോസൾഫാൻ അടക്കമുള്ള കീടനാശിനികൾ ഉൽപ്പാദിപ്പിച്ചു. പരിസ്ഥിതി പ്രശ്നങ്ങളെ തുടർന്ന് ഇവ നിരോധിച്ചു. കാലോചിതമായ ഉൽപ്പന്ന വൈവിധ്യവും ആധുനികവൽക്കരണവും നടപ്പിലാക്കാതെ വന്നതാണ് സ്ഥാപനത്തെ നഷ്ടത്തിലാക്കിയത്. ന്യൂസ് 18 കൊച്ചി. കരിങ്കല്ലിന് ഭീമമായ വിലവർദ്ധനയ്ക്ക് കാരണമാകുന്ന സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ച് ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി ഈ മാസം 17 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. റോയൽറ്റി തുകയും ഡീലർ ലൈസൻസ് ഫീസും 100% വർദ്ധിപ്പിച്ചതിനാൽ കരിങ്കൽ വില കുത്തനെ ഉയരും. നിലവിലുണ്ടായിരുന്ന റോയൽറ്റിയും ഡീലർ ലൈസൻസ് ഫീസും സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ചു. 100% വർധന. റോയൽറ്റി കണക്കാക്കി 10% തുക ജില്ലാ മിനറൽ ഫൗണ്ടേഷൻ ഫണ്ടായും അടയ്ക്കണം. ക്യൂബിക്കടി കല്ലിന് 12 രൂപ അധിക വർധനയാണ് ഈ മാസം മുതൽ അടയ്ക്കേണ്ടത്. 2 രൂപയുടെ ഇന്ധന വില വർധനയുടെ ദുരിതം വേറെയും. 3300 രൂപയ്ക്ക് 1 ലോഡ് കരിങ്കല്ല് ഇനി മുതൽ ഇറക്കാനാവില്ലെന്ന് ചുരുക്കം. കരിങ്കൽ മേഖലയെ തകർക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ഈ മാസം 17 മുതൽ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങും. 31-ാം തീയതി പറയുകയാണ് 1-ാം തീയതി വേർപിടിച്ച് സ്ഥാപിച്ചില്ലെങ്കിൽ അവന് നിയമപരമായിട്ട് അവൻ ശിക്ഷിക്കപ്പെടുന്ന രൂപത്തിലാണ് റൂൾ ഇറങ്ങിയിട്ടുള്ളത്. 1-ാം തീയതി എന്ന് പറയുന്ന അങ്ങനെ ഒരു മുൻ ധാരണ അതിന് മുന്നേ നടന്ന ചർച്ചയിൽ പോലും ഗവൺമെന്റ് നടത്തിയ ചർച്ചയിൽ പോലും അത് ചെറുകിടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ചെറിയ കോറി നടത്തുന്നവന് ചെറിയ കൃഷി നടത്തുന്നവനൊക്കെ വേർപിടിച്ച് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പം അതിലേക്ക് വരെ നിർബന്ധിക്കുന്ന രൂപത്തിലാണ് റൂളിൽ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സമരത്തെ തുടർന്ന് കരിങ്കൽ ഖനനം നിലയ്ക്കുന്നതോടെ വിഷുവിന് ശേഷം നിർമ്മാണ മേഖല സ്തംഭിക്കും. സർക്കാർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരം തുടരാനാണ് ചെറുകിട ക്വാറി ക്രഷർ ഉടമകളുടെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് താമരശ്ശേരിയിൽ പ്രവാസി യുവാവിനെ കാണാതായ സംഭവത്തിൽ അക്രമി സംഘത്തിന്റേതെന്ന് കരുതുന്ന വാഹനം കണ്ടെത്തി. കാസർഗോഡ് ചെർക്കളയിലെ കാർ ഷോറൂമിൽ നിന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. അന്വേഷണ സംഘം കാസർഗോഡെത്തി. കോഴിക്കോട് നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ബഹളവും കയ്യാങ്കളിയും. ഈയങ്കോട് ദേശപോഷിണി വായനശാല പൊളിച്ചു നീക്കിയിട്ട് വർഷങ്ങളായിട്ടും പുതുക്കി പണിതിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കഴിഞ്ഞ ദിവസം വായനശാലയ്ക്കായി താൽക്കാലിക ഷെഡ് പണിതിരുന്നു. ഈ ഷെഡ് പഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലി നേരിട്ടെത്തി പൊളിച്ചുമാറ്റി. പഞ്ചായത്ത് പ്രസിഡന്റ് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങൾ പ്രതിഷേധിച്ചതോടെയാണ് പഞ്ചായത്ത് ഭരണസമിതിയിൽ ബഹളമുണ്ടായത്. പ്രതിഷേധക്കാർ പ്രസിഡന്റിന്റെ ഡയസിൽ കയറിയിരുന്നു, മുദ്രാവാക്യം വിളിച്ചു. BJP സംസ്ഥാന ഭാരവാഹി യോഗം കൊച്ചിയിൽ ചേർന്നു. ഏപ്രിൽ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന യുവ പരിപാടിയുടെ സംഘാടനം ചർച്ച ചെയ്തു. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, കേന്ദ്രമന്ത്രി V. മുരളീധരൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കർണാടക BJPയിൽ പൊട്ടിത്തെറി.
ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതിന് പിന്നാലെ കർണാടക ബിജെപിയിൽ പ്രതിഷേധം ശക്തം. സീറ്റ് നിഷേധിക്കപ്പെട്ട മുൻ ഉപമുഖ്യമന്ത്രി ലക്ഷ്മൺ സവദി പാർട്ടി വിട്ടു. സവദി കോൺഗ്രസിൽ ചേർന്നേക്കും. പിസിസി അധ്യക്ഷൻ DK ശിവകുമാർ സവദിയുമായി സംസാരിച്ചു. സീറ്റില്ലെന്ന കാര്യം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും പാർട്ടി തന്നോട് പെരുമാറിയ രീതിയിൽ വേദനയുണ്ടെന്നും ഉടുപ്പി MLA രഘുപതി ഭട്ട് പറഞ്ഞു. ഉടുപ്പിയിലെ ഹിജാബ് വിവാദത്തിൽ ബിജെപിയുടെ മുഖമായിരുന്നു രഘുപതി ഭട്ട്. നേതൃത്വത്തോട് പിണങ്ങി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി ചർച്ച നടത്തി. ഒരു തവണ കൂടി അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടെന്ന് ഷെട്ടാർ പറഞ്ഞു. അന്തിമ തീരുമാനം മറ്റു നേതാക്കളുമായി ചർച്ച ചെയ്ത് കൈക്കൊള്ളും. ഷെട്ടാറിന് പിന്നാലെ MLC R ശങ്കർ സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്നാണ് സൂചന. ജയനഗറിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ NR രമേശിനെ അനുകൂലിക്കുന്ന 1000-ലധികം പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. രമേശ് സ്വതന്ത്രനായി മത്സരിക്കണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. ബെലഗാവി, രാംദുർഗ് എന്നിവിടങ്ങളിൽ പ്രവർത്തകർ തെരുവിലിറങ്ങി. രാജസ്ഥാൻ കോൺഗ്രസിലെ തർക്കത്തിൽ സമവായ നീക്കങ്ങൾ ഊർജിതം. പാർട്ടി നിർദ്ദേശം മറികടന്ന് അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെതിരെ ഉപവാസ സമരം നടത്തിയതിൽ സച്ചിൻ പൈലറ്റിനെതിരെ നടപടിയുണ്ടാകുമോ എന്നതിൽ തീരുമാനം നാളെ ഉണ്ടായേക്കും. രാജസ്ഥാന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി സുഖ്ജീന്ദർ സിംഗ് രൺധാവയുടെ ഡൽഹിയിലെ വസതിയിൽ ചേരുന്ന യോഗത്തിന് ശേഷമാകും തീരുമാനം. ഇതിനു മുന്നോടിയായി രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച രൺധാവ നടത്തും. അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിയാലോചിച്ച ശേഷമേ ഉണ്ടാകൂ. രാജസ്ഥാനിൽ മറ്റൊരു പഞ്ചാബ് ആവർത്തിക്കാൻ ഇടയാക്കില്ലെന്നും രൺധാവ പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ചകുറ മേഖലയിലാണ് ഏറ്റുമുട്ടൽ. പ്രദേശവാസികളായ 2 ലഷ്കർ-ഇ-തോയ്ബ ഭീകരർ പിടിയിലായെന്നാണ് വിവരം. പ്രദേശത്ത് കൂടുതൽ സേനയെ വിന്യസിച്ചു. ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുകയാണ്. പഞ്ചാബിലെ ഭട്ടിൻഡ സൈനിക കേന്ദ്രത്തിൽ 4 സൈനികർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ അക്രമികൾക്കായി തെരച്ചിൽ ഊർജിതം. ആക്രമിച്ചത് സിവിലിയൻ വേഷത്തിലെത്തിയ 2 പേരാണെന്ന് സൈനികർ മൊഴി നൽകി. വെടിവയ്പ് നടന്ന സ്ഥലത്ത് നിന്ന് ഇൻസാഫ് റൈഫിളിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകളുടെ ഷെല്ലുകൾ കണ്ടെത്തി. തീവ്രവാദി ആക്രമണമല്ലെന്നാണ് പഞ്ചാബ് സർക്കാരും പോലീസും വെളിപ്പെടുത്തുന്നത്. സംഭവത്തെക്കുറിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായി സൈനിക മേധാവി ചർച്ച നടത്തി. വാർത്തകൾ തുടരുന്നു. തൃശൂർ പൂരത്തിന്റെ നാന്ദി കുറിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം മണികണ്ഠനാലിൽ നടന്നു. മേൽശാന്തി വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഭൂമി പൂജയ്ക്ക് ശേഷമാണ് ദേശക്കാർ ചേർന്ന് കാൽനാട്ടിയത്. തിരുവമ്പാടി വിഭാഗം 16-നാണ് നടുവിലാലിലും നായ്ക്കനാലിലും പന്തൽ കാൽ നാട്ടുന്നത്. ദേശക്കാരൊന്നായി മണികണ്ഠനാലിൽ പന്തലിന്റെ കാൽ നാട്ടി. പാറമേക്കാവിൽ ഇക്കുറി പന്തലൊരുക്കുന്നത് ആറാട്ടുപുഴ കൃഷ്ണനാണ്. 95 അടിയാണ് പന്തലിന്റെ ഉയരം. പന്തലിൽ വൈദ്യുത അലങ്കാരവും ഉണ്ടാകും. ഭൂമി പൂജയ്ക്ക് ശേഷമായിരുന്നു കാൽനാട്ട് കർമ്മം. പൂരം എന്ന് പറഞ്ഞാൽ പൊതുജന പങ്കാളിത്തമാണ് ഏറ്റവും പ്രധാനം. ഭഗവതിയും ദേവീ ദേവന്മാരെ പുറത്തെഴുന്നുണ്ടെന്ന് പ്രജകളെ കാണാനാണ്. ആ കാണുന്ന സമയത്ത് നേതൃത്വത്തിൽ തുടങ്ങി. സ്വരാജ് റൗണ്ടിലെ ഔട്ടർ ഫുട്പാത്തിലെങ്കിലും നിന്ന് ആളുകൾക്ക് വെടിക്കെട്ട് ആസ്വദിക്കുവാൻ അവസരമൊരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് 18 തൃശൂർ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 33ാമത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മനുഷ്യാവകാശം, ആരോഗ്യ പ്രവർത്തകർ, പോലീസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം കല്ലമ്പലം ലയൺസ് ക്ലബ്ബിൽ നടന്ന സെമിനാർ MLA V. ജോയ് ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസിന്റെ പ്രവർത്തനങ്ങൾ മികവുറ്റതാണെന്നും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന പോലീസിന്റെ പ്രവർത്തനങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി SH ജയകേശൻ വിഷയാവതരണം നടത്തി. ന്യൂസ് 18 സ്പെഷ്യൽ കറസ്പോണ്ടന്റ് VV വിനോദ്, KPOA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി V. ചന്ദ്രശേഖരൻ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് ലാൽ എന്നിവർ പങ്കെടുത്തു. റൂറൽ ജില്ലാ പ്രസിഡന്റ് D. ഷിബുകുമാർ അധ്യക്ഷത വഹിച്ച സെമിനാറിന് ജില്ലാ കമ്മിറ്റി അംഗം R. ജയൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം S. സുനിൽ നന്ദിയും പറഞ്ഞു. KPCC വിചാർ വിഭാഗ് നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നടൻ മധുവിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മാനിച്ചു. കണ്ണമൂലയിലെ വസതിയിലെത്തിയാണ് അദ്ദേഹത്തിന് പ്രശസ്തി പത്രവും 10,000 രൂപയും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചത്. മധുവിനെ പൊന്നാടയണിയിച്ച് ആദരിച്ച പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനോടൊപ്പം സമയം ചെലവഴിച്ച ശേഷമാണ് മടങ്ങിയത്. ഛായാചിത്രമാണ്. ആദ്യം എന്ന് പറയുന്ന ചിത്രകാരൻ ഈ ഒക്കേഷന് വേണ്ടി വരച്ചതാണ്. ഭക്ഷണം ഒട്ടും സേഫ് അല്ലെന്ന് തെളിയിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ തന്നെ ലാബ് റിപ്പോർട്ട്.
കീടനാശിനി, കൃത്രിമ നിറം, ബാക്ടീരിയ, മറ്റ് സൂക്ഷ്മജീവികൾ ഇങ്ങനെ നീളുന്നു ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് കണ്ടെത്തിയവ. ധാന്യങ്ങൾ, പഴങ്ങൾ തുടങ്ങി പാക്കറ്റിലാക്കി വിൽക്കുന്ന മിക്സ്ചറിലും കപ്പലണ്ടിയിലും വരെ വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്വന്തം നിലയിൽ ശേഖരിക്കുന്ന സാമ്പിളിന്റെ പരിശോധനാ ഫലമാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ശരീരത്തിന് ഹാനികരമാകുന്ന കൃത്രിമ നിറം, ടാർട്രാസിൻ ഇല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ കുറവാണ്. പഴംപൊരി, ശർക്കര, മിക്സ്ചർ, ബനാന ചിപ്സ്, ഇൻസ്റ്റന്റ് പ്രീമിക്സ് ചായ തുടങ്ങിയവയിൽ അനുവദനീയമായതിന്റെ 10 മടങ്ങാണ് ടാർട്രസിന്റെ അളവ്. ഷവർമ, ചിക്കൻ ഫ്രൈ, കുഴിമന്തി, ചിക്കൻ മന്തി, വറുത്ത കപ്പലണ്ടി എന്നിവയിൽ സിന്തറ്റിക് കളറായ സൺസെറ്റ് യെല്ലോ, പുഡിംഗ് കേക്കിലും ലഡുവിലും സോർബേറ്റ് കളർ, ടൊമാറ്റോ മുറുക്കിൽ സിന്തറ്റിക് കളറായ കാർമോയിസിൻ. ഇങ്ങനെ നീളുന്നു കൃത്രിമ നിറത്തിന്റെ ഉപയോഗം. ഇവയെല്ലാം പലതിലും 100 മുതൽ 1000% വരെ കൂടുതലുമാണ്. അനുവദനീയമായതിലും കൂടുതൽ കീടനാശിനി സാന്നിധ്യം മിക്ക മുളകുപൊടി സാമ്പിളിലും കണ്ടെത്തി. സപ്ലൈകോ മാർക്കറ്റിൽ നിന്ന് ശേഖരിച്ച മുളകുപൊടിയിൽ മാത്രം കീടനാശിനിയുടെ അളവ് 1700% കൂടുതലായിരുന്നു. കോൺഫ്ലവർ, ഇടിയപ്പപ്പൊടി എന്നിവയിൽ ക്ലോറോപൈറിഫോസ്, ഈഥയിൽ എന്ന കീടനാശിനി, ചിക്കൻ ബർഗറിൽ സാൽമണല്ല ബാക്ടീരിയ, ബദാം ഫ്ലേവറുള്ള ബ്രാൻഡഡ് പാലിൽ ബെൻസോയിറ്റ് എന്ന നിരോധിച്ച പ്രിസർവേറ്റീവ്, സംഭാരത്തിൽ ഈസ്റ്റ് മോൾഡ് 740% അധികം. കൂടാതെ ഓറഞ്ച്, പേരയ്ക്ക അടക്കമുള്ള പഴങ്ങൾ, അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങൾ എന്നിവയിൽ ജീവികളുടെ കാഷ്ടം, കീടനാശിനികൾ, കളനാശിനികൾ, ആന്റിബയോട്ടിക്കുകൾ തുടങ്ങിയവയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വന്തം നിലയിൽ സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ച ശേഷം പുറത്തുവിട്ട 2 മാസത്തെ റിപ്പോർട്ട് മാത്രമാണ് ഈ പറഞ്ഞത്. 1 വർഷത്തെ റിപ്പോർട്ട് പരിശോധിച്ചാൽ ഇതിലും ഭീകരമാണ് അവസ്ഥ. ഇത്തരത്തിൽ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവർക്കെതിരെ എടുക്കുന്ന ശിക്ഷാ നടപടികൾ കുറഞ്ഞു പോകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ റിപ്പോർട്ടുകൾ ആവർത്തിക്കാൻ കാരണം. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിന്റെ 66ാമത് ഷോറൂം പന്തളത്ത് ആരംഭിച്ചു. നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഫ്രാൻസിസ് പുല്ലുക്കാട് ആശീർവാദ കർമ്മം നിർവഹിച്ചു. പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ് പുറത്തിറക്കുന്ന എഡിപ്രോ പ്രീപെയ്ഡ് കാർഡും ഇതോടൊപ്പം ലോഞ്ച് ചെയ്തു. വാർഡ് കൌൺസിലർ ബിന്ദുകുമാരി, പിട്ടാപ്പിള്ളിൽ ഗ്രൂപ്പ് MD പീറ്റർ പോൾ, ഡയറക്ടർമാരായ കിരൺ വർഗീസ്, ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ, AJ തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗൃഹോപകരണങ്ങൾക്ക് ഓഫറുകളും നൽകിയിട്ടുണ്ട്. വാർത്തകൾ വിശദമായി പൂർണ്ണമാകുന്നു. നമസ്കാരം.